സൈബർ ഇടങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി പോലീസിൽ പരാതി നൽകി. കണ്ണൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും സൈബർ പോലീസിനുമാണ് പരാതി നൽകിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അപകീർത്തിപ്പെടുത്തും വിധം വത്സൻ തില്ലങ്കേരിയുടേതായുള്ള പരാമർശമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത്. വത്സൻ തില്ലങ്കേരി ഫേസ്ബുക്കിൽ കുറിച്ച അഭിപ്രായം എന്ന രീതിയിലാണ് പ്രചാരണം. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വത്സൻ തില്ലങ്കേരി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വത്സൻ തില്ലങ്കേരി, ഏത് തരത്തിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണം? അതിൽ ആദ്യം തന്നെ കാര്യം ഞാൻ വ്യക്തമാക്കുകയാണ്. എനിക്ക് സമൂഹ മാധ്യമങ്ങൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഇല്ല. ഇതുവരെ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ സമൂഹ മാധ്യമ ഇടപെടലുകൾ നടത്തുന്ന ആളുമല്ല. പക്ഷേ എന്റേതെന്ന പേരിൽ എന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് സുരേഷ് ഗോപി മിനിഞ്ഞാന്നും ഇന്നലെയുമായി കണ്ണൂർ ജില്ലയിൽ നടത്തിയ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിനെ എതിർത്തുകൊണ്ട്, അതായത് ശ്രീ കെ നായനാരുടെ വീടടക്കമുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയതിനെ എതിർക്കുന്നു എന്ന പേരിൽ എന്റെ ഫോട്ടോയും അതുപോലെ തന്നെ ഞാനാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് വ്യാപകമായി പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പൊ അത് തൃശ്ശൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ തൃപ്തിപ്പിക്കുന്ന വിജയം, അത് രണ്ട് മുന്നണികൾക്കും ഉണ്ടാക്കിയ ഞെട്ടലും ഉൾക്കിടലും എല്ലാവർക്കും അറിയാം. ഇവിടുത്തെ രാഷ്ട്രീയ വിശാരദന്മാരുടെയും പ്രവചന വിദഗ്ധന്മാരുടെയും എല്ലാ കണക്കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷത്തിൽ വിജയം നേടിയത്. അത് ഉണ്ടാക്കിയ അങ്കലാപ്പ് ചെറുതല്ല. അപ്പോ CPM കേന്ദ്രങ്ങളിലും UDF കേന്ദ്രങ്ങളിലും മറ്റ് ജിഹാദി വിഭാഗങ്ങളിലുമെല്ലാം അത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സ്വീകാര്യതയും അദ്ദേഹത്തിന് കൈവന്നിരിക്കുന്ന വാഗ്ദാനം നൽകിയതനുസരിച്ച് തന്നെ അദ്ദേഹത്തിന് ലഭ്യമായിരിക്കുന്ന കേന്ദ്രമന്ത്രി പദവും എല്ലാം ഇവിടുത്തെ ഇടത് വലത് മുന്നണി രാഷ്ട്രീയക്കാരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്, ഞെട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ജനപ്രീതി തകർക്കാനും അദ്ദേഹത്തിന്റെ ഈ വിജയത്തിന്റെ പൊലിമ കുറക്കാനും വേണ്ടി വളരെ ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാണ് ഇവിടെ സംഘപരിവാറിന്റെ ആളുകളും സുരേഷ് ഗോപിയും വെവ്വേറെയാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം, ഒരു വ്യാജ പ്രചരണമാണ് നടന്നത്. വളരെ വ്യാപകമായി അത് പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സൈബർ ഇടങ്ങളിൽ ഇപ്പോ CPMന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ MV ജയരാജൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, പോരാളി ഷാജിമാരൊക്കെ ഒളിവിൽ നിന്ന് പുറത്തു വരണം, അവരുടെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ് ഈ LDF ഇവിടെ പരാജയപ്പെട്ടത് എന്നൊക്കെ പറയുണ്ടായി. ഏതായാലും അവര് പലതരത്തിലും വടകരയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായി. പക്ഷെ ഇവിടുത്തെ പോലീസ് ഇത്തരം കാര്യങ്ങളിൽ അവിടെ വടകരയിൽ ഉണ്ടായ ആ പ്രചരണം നടത്തിയ, ജിഹാദി പ്രചരണം നടത്തിയ, കാഫിർ പ്രയോഗം നടത്തിയ എവിടെ നിന്നാണ്, ഏത് പ്രൊഫൈലിൽ നിന്നാണ് അത് വന്നത് എന്ന് ഒന്നുകിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയിട്ട് അത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല. അപ്പൊ ഇതാണ് ഇത്തരം വ്യക്തിഹത്യ നടത്തുന്ന, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന, സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് വളമാകുന്നത് പോലീസിന്റെ ഇത്തരം നിസ്സംഗതയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ എന്റെ പേരിൽ ഇതുപോലെ ഒരു പ്രൊഫൈല് ഉണ്ടാക്കുകയും അതിൽ നിന്ന് വ്യാപകമായി ഇതുപോലുള്ള വ്യാജ പോസ്റ്റുകൾ ഇടുകയും ചെയ്തിരുന്നു. അതിനെതിരായിട്ട് പരാതി കൊടുത്തിരുന്നു. അന്ന് DGPക്കും അതുപോലെ തന്നെ പോലീസിനൊക്കെ SP-ക്കൊക്കെ പരാതി കൊടുത്താണ്. പക്ഷെ ആ പ്രൊഫൈൽ ഇപ്പോൾ അവിടെ നിലനിൽക്കുകയാണ്. അത് ഇപ്പോൾ പോസ്റ്റുകൾ എടുത്തില്ലെങ്കിൽ അതവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നീക്കം ചെയ്യാൻ ഇനിയും സാധിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ നിരവധി സൈബർ ഇടങ്ങളിൽ ഇതുപോലെയുള്ള നിരവധി ഫേക്ക് ഐഡികൾ അത് കേന്ദ്രീകരിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്നെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപിയും ബന്ധപ്പെട്ടുള്ള ഈ പോസ്റ്റ് വന്നത്. അത് അവരുടെ വ്യാപകമായത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെതിരായിട്ടാണ് ഇന്ന് പരാതി കൊടുത്തത്. ശ്രീ വത്സൻ തില്ലങ്കേരിയാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സൈബർ ഇടങ്ങളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലുമാണ് വ്യാജ പ്രചാരണം നടക്കുന്നത്. ഇതിനെതിരെയാണ് കണ്ണൂർ SP-ക്കും സൈബർ പോലീസിലും പരാതി നൽകിയിരിക്കുന്നത്.